നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് SSLC പരീക്ഷയുടെ ഇപ്പോൾ നടന്ന മോഡൽ എക്സാമിന്റെ മലയാളം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനാലിസിസ് ചെയ്യുകയാണ്. നമുക്കറിയാലോ, മലയാളത്തിന് നമുക്ക് 1.5 മണിക്കൂർ സമയമാണുള്ളത്. 40 മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷയ്ക്ക് മുമ്പ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ സമയത്താണ് നമ്മൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, അതായത് 1 വേർഡ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. അതുപോലെ ചോയ്സ് ഉള്ള ചോദ്യങ്ങളിൽ ഏതൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്നൊക്കെയുള്ളത് കണ്ടുപിടിക്കേണ്ട സമയമാണ് ആദ്യത്തെ 15 മിനിറ്റ്. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം, മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായി എന്നുള്ളത് അധ്രുവം. ഈ ചോദ്യത്തില് കായം എന്ന പദത്തിന് സന്ദർഭത്തിൽ യോജിച്ച അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഇവിടെ കായം എന്നുള്ളത് വികാരിയാണ്, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ശരീരം എന്ന ഉത്തരമാണ് ചേരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആത്മക്ഷതങ്ങൾ സ്വന്തം കഥാപാത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്ന ആർക്കാണ് ചേരുന്നത്? ആത്മക്ഷതങ്ങൾ എപ്പോഴും കഥാപാത്രങ്ങൾക്ക് വിധിച്ചു കൊടുക്കുന്ന എഴുത്തുകാരനാണ് ദസ്തയേവ്സ്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാണ് അത് ചേരുന്നത്. മൂന്നാമത്തെ ചോദ്യം, അതെല്ലാം എരിവും പുളിയും ചേർത്ത് പകർത്തിയച്ച ആ സ്കൂൾ കുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത് നാം മാന്യൻ അറിയുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് ചോദ്യത്തിൽ വന്നൊരു പ്രശ്നം, എരിവും പുളിയും എന്ന ശൈലിക്ക് ചേരാതെ അല്ലെ യോജിക്കാത്തത് ഏത്? നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് പല കുട്ടികളും ചേരുന്നത് ഏത് എന്നാണ് എഴുതിയെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ചേരാത്തത് ഏതെന്നാണ് ചോദിച്ചത്. എരിവും പുളിയും എന്നത് മുമ്പൊക്കെ നമ്മൾ ഈ ശൈലികൾ സംഭാഷണത്തിൽ തുടരെ ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ശൈലിയുടെ അർത്ഥം ഗ്രഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മൾ മലയാളം പറയുന്നത് തന്നെ കുട്ടികൾ കുറവാണ്. പിന്നെ പറയുന്നത് പലരും ഈ ശൈലികളൊന്നും നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ എരിവും പുളിയും എന്ന ശൈലിക്ക് ചേരാത്ത കാര്യം ബാക്കിയെല്ലാം അതിന് ചേരുന്നതാണ്. അതിശയോക്തി കലർത്തി പറയുന്നത് എരിവും പുളിയും കലർത്തി പറയുന്നത് പോലെയാണ്. അതുപോലെ ഭാവനയിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നതും എരിവും പുളിയും ചേർത്ത് പറയുന്നതിന് തുല്യമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതും എരിവും പുളിയും ചേർത്ത് പറയുന്നതിന് തുല്യമാണ്. എന്നാൽ അവിടെ ചേരാത്തത് ഏത് മാത്രമാണ്? ഉള്ളതുപോലെ പറയുക എന്നുള്ളത് എരിവും പുളിയും ചേർക്കുക എന്ന ശൈലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രസ്താവനയാണ്. അപ്പൊ ഉത്തരമായിട്ട് വരുന്നത് അതാണ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, ദുഷ്കരമായിട്ടൊന്നുമില്ല കേൾമൽ സഹായമുണ്ടായാൽ ഏവനും. അവിടെ മത്സഹായം എന്ന വാക്ക് ശ്രദ്ധിക്കണം. മത് പ്ലസ് സഹായമാണ് അത് പിരിച്ചെഴുതുമ്പോൾ. അപ്പൊ ദുഷ്കരമായിട്ട് ഈ വരികളുടെ ആശയത്തിന് ഏറ്റവും യോജിച്ചത് കണ്ടെത്തുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കലിയെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല, പുഷ്കരനെല്ലാം ദുഷ്കരമാണ്, നളനെ ജയിക്കാൻ സാധിക്കില്ല, കലിയുടെ സഹായം ഉണ്ടെങ്കിൽ യാതൊരാൾക്കും പ്രയാസമായിട്ടൊന്നുമില്ല. ഇത്രയും ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഏറ്റവും കറക്റ്റായിട്ട് വരുന്ന ഒരു ഉത്തരം 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ അതാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതാണ്ട് ചോദ്യങ്ങളുടെ ആൻസേഴ്സ് എല്ലാം ഒരുപോലെ ഇരിക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കലിയുടെ സഹായം ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും പ്രയാസമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ ചോദ്യം, ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഇവിടെയും വാക്ക് ശ്രദ്ധിക്കണം. ഭാവശാലികൾ സ്നേഹമുള്ളവരെന്നാണ് അർത്ഥം. വികലമാകും, ഭാവശാലികൾ സ്നേഹമുള്ളവർ പിരിഞ്ഞിട്ട് കൂടിയാൽ സുഖത്തിന് അല്ലെങ്കിൽ ഒരു സന്തോഷത്തൊക്കെ അത് വികൃതമാകും എന്നുള്ളതാണ്. അപ്പൊ സുഖോദയം എന്ന വാക്ക് പിരിക്കുന്നത് സുഖ പ്ലസ് ഉദയം എന്നാണ്. സുഖോദയം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം സുഖത്തിന്റെ ഉദയം എന്നാണ്. ഇതിപ്പോ ആദ്യത്തെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് തീർന്നു. 6 മുതൽ 8 വരെയുള്ള 2 മാർക്ക് ചോദ്യങ്ങളാണ്. 2 മാർക്ക് ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ കീയിൽ 2 സെന്റൻസ് ആയിട്ടാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ എഴുതിയാൽ മതി, കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. ധാരാളം നമ്മൾ കൂടുതൽ കൂട്ടിയൊക്കെ എഴുതുമ്പോഴാണ് നമ്മുടെ സമയം തികയാതെ വരുന്നത്. 6ാമത്തെ ചോദ്യം, അറിവേൻ അടുത്ത് നിന്ന് അറിവേൻ ഭൂമിക്കൊപ്പം അഴലിൻ ചുവടുമായി ഇരിക്കുന്ന അമ്മയെ. ഇത് ഏത് കവിതയിലെ അമ്മയാണ്? മൈക്കലാഞ്ചലോ മാപ്പ് എന്ന കവിതയിലെ അമ്മയാണ്. ഭൂമിക്കൊപ്പം അഴലിന്റെ ചുവടുമായി ഇരിക്കുന്ന അമ്മ എന്നുള്ള ആ വരികളിൽ തെളിയുന്ന അർത്ഥസൂചന. അപ്പൊ ഇവിടെ ഭൂമി എന്ന അമ്മയെ സൂചിപ്പിക്കുന്നത് ആ അമ്മയുടെ സഹനശക്തിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, അമ്മ അഴലിന്റെ ചുമടുമായിട്ട് ഇരിക്കുന്നു, ദുഃഖത്തിന്റെ ചുമടുമായിട്ടിരിക്കുന്നു. കാരണം എന്താണ്? മകന്റെ ചേതനയറ്റ ശരീരമാണ് മടിയിൽ കിടത്തിയിരിക്കുന്നത്. അതായത് ജീവനില്ലാത്ത ശരീരമാണ് അമ്മയുടെ കൈകളിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ അഴലിന്റെ ചുമടുമായിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേറൊരു രൂപം അറിയാം മറിയത്തിന്റെ. ഏതാണ്? സ്വന്തം കുഞ്ഞിനെ മാറോടണച്ച്, ചെറിയ മകനെ മാറോടണച്ച് സ്നേഹത്തോടെ സംതൃപ്തിയോടെ ഇരിക്കുന്ന ഒരു അമ്മയെ അറിയായി. പക്ഷെ ഈ അമ്മ അങ്ങനെയല്ല. ഈ അമ്മയുടെ കൈകളിൽ ഇപ്പോൾ ഇരിക്കുന്നത് ജീവനില്ലാത്ത മകന്റെ ശരീരമാണ്. അതുകൊണ്ടാണ് അമ്മ അഴലിന്റെ ചുമടുമായി ഇരിക്കുന്നത്.
ഇനി 7ാമത്തെ ചോദ്യം, ദിവസം മുഴുവനും അലഞ്ഞു നടന്ന് വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയെങ്കിലും ഉണ്ടോ ഞങ്ങളെ പോലെയുള്ളവർക്ക്? അപ്പൊ ഈ വരികളിലൂടെ വ്യക്തമാകുന്ന ജീവിത അവസ്ഥ അക്കർമാശിയിലെ വരികളാണ്. അപ്പോൾ ആ മനുഷ്യർ അല്ലെങ്കിൽ അന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെയാണല്ലോ അക്കർമാശിയിൽ ചിത്രീകരിക്കുന്നത്. അപ്പൊ അവരുടെ വിലയെങ്കിലും ഉണ്ടോ, ഞങ്ങൾ വാരിക്കൂട്ടുന്ന ചവറിന്റെ വിലയെങ്കിലും ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ മനുഷ്യനായാൽ പോലും യാതൊരു വിലയും ലഭിക്കാത്ത ഒരു കൂട്ടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു പോയിന്റ്. മറ്റൊന്ന്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇവർ, മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടവരാണ് ഇവർ. അപ്പൊ ഇവരെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ 2 പോയിന്റുകളാണ് എന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി 8ാമത്തെ ചോദ്യം, ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ മായികിൽ എന്റെ ചൈതന്യ വീജികൾ. ഈ വരികളിൽ പ്രകടമാകുന്ന ആത്മവിശ്വാസത്തിന്റെ കാരണം കണ്ടെത്തുക. അപ്പൊ ഇത് സർഗശക്തി വയലാറിന്റെ അശ്വമേധത്തിലെ വരികളാണ്. അപ്പൊ ഇവിടെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ധാരാളം അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനം തന്റെ കൃതികളിൽ നൽകിയ വ്യക്തിയാണ് വയലാർ. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിനുണ്ടാകുന്ന വളർച്ച ഈ യുഗത്തിൻ്റെതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുക. ഈ യുഗത്തിന്റെ സർഗശക്തിയാണ് തന്നിലുള്ളത്. അതുകൊണ്ട് ഈ ശക്തി, എന്നിൽ നിന്നുള്ള ശക്തികൾ മായുകയില്ല, അതിന്റെ ചൈതന്യ ബീജികൾ, അതിന്റെ പ്രകാശരശ്മികൾ ഒരിക്കലും മായുകയില്ല എന്നുകൂടെ അദ്ദേഹം പറയുന്നു. ഇതിലെ പോയിന്റായിട്ട് വരുന്ന മനുഷ്യന്റെ സർഗശേഷിയിലുള്ള വിശ്വാസം. 2ാമത്തേത്, സർഗശേഷി സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം. ഇത് രണ്ടുമാണ് അതിൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓർക്ക് 2 മാർക്ക് ചോദ്യങ്ങൾക്ക് 2 പോയിന്റ്സ് ആയിട്ട് ഉത്തരം എഴുതുക. മാക്സിമം 3 സെന്റൻസിനുള്ളിൽ നിർത്തുക. അപ്പുറം ഒന്നും എഴുതരുത്, ഇൻട്രൊഡക്ഷൻ പോലും ആവശ്യമില്ല. 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ 9 മുതൽ 14 വരെ ആകുമ്പോൾ 6 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ, ഓപ്ഷൻസ് വരുന്ന ചോദ്യങ്ങളുടെ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാവുന്നത്, ഏറ്റവും നന്നായിട്ട് എഴുതാൻ കഴിയുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. 9ാമത്തെ ചോദ്യം, അയാൾ വിചാരിച്ചു അന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന ആ നല്ല കാലത്ത് എന്താണ് ഇത്രയും അടുപ്പം ഉണ്ടാകാത്തത്? അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയാണ് എൻ്റെ ജീവിതം, മറ്റാർക്കും അതിൽ പങ്കില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ തനിച്ച് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് മിസ്സിസ് തലത്തിന്റെ വാക്കുകളാണ്. അപ്പൊ മിസ്സിസ് തലത്തിന്റെയും സുധീറിന്റെയും ചിന്തകളിൽ കടന്നു വരുന്ന മിസ്റ്റർ തലത്തിനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ കുറിക്കുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ മിസ്സിസ് തലത്തിന്റെയും സുധീറിന്റെയും വാക്കുകളിലൂടെയാണ് മിസ്റ്റർ തലത്ത് എന്ന ഒരു വ്യക്തിയെ കുറിച്ച് അറിയുന്നത്. മിസ്റ്റർ തലത്ത് തന്റെ ഭാര്യയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എപ്പോഴും അതേ ഡോളി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെറും ഒരു നിഴലായി പോയേനെ, സങ്കീർണ പ്രശ്നങ്ങളിൽ അവളാണ് എൻ്റെ തുണ എന്ന് ഭാര്യയെക്കുറിച്ച് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല, സുധീറിനെ കുറിച്ചുള്ള ബന്ധത്തിലാണെങ്കിൽ സ്വന്തം മക്കളെ പോലും വീട്ടിൽ നിർത്തുകയോ വളർത്തുകയോ ചെയ്യാത്ത അദ്ദേഹം നമ്മുടെ മകനാണ്, ഇവൻ ഇനി നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞാണ് സുധീറിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിനനുസരിച്ച് തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണ് മിസ്സിസ് തലത്ത് ചെയ്തത്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ തലത്തിന്റെ ജീവിതത്തിന്റെ ഒരു താങ്ങും തണലുമായി നിൽക്കുകയാണ് മിസ്സിസ് തലത്ത് ചെയ്തത്. അപ്പൊ നമുക്ക് ഇവിടെ മിസ്റ്റർ തലത്ത് എന്ന കഥാപാത്രം ഇവരുടെ 2 പേരുടെ ഓർമ്മകളിലൂടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ പാരഗ്രാഫ്, ഇൻട്രഡക്ഷൻ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതിയതിനു ശേഷം സെക്കൻഡ് പാരഗ്രാഫിൽ മിസ്റ്റർ തലത്തിനെ കുറിച്ച് ഇവർ 2 പേരും നൽകുന്ന സൂചനകൾ നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്ത് പറയാനാവില്ല എന്ന് നമ്മുടെ യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠത്തിനകത്ത് ലേഖകൻ പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രസ്താവനയോട് യോജിച്ച് നിങ്ങളുടെ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം. ശരിയല്ലേ? കാരണം മറ്റു പല ഇതിഹാസങ്ങളും, ഗ്രീക്ക് ഇതിഹാസം, ഗ്രീക്ക് ഭാഷയിലൊക്കെയുള്ള ഇതിഹാസങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്യ ഇതിഹാസങ്ങളെല്ലാം യുദ്ധ നായകന്മാരെ കുറിച്ച്, യുദ്ധ സന്ദർഭങ്ങളെയും കുറിച്ച് വിവരിക്കാനും നമ്മളെ അതിൽ വളരെ രോമാഞ്ചം കൊള്ളിക്കാനും വേണ്ടിയാണ് പലപ്പോഴും യുദ്ധകൃതികൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മഹാഭാരതം അങ്ങനെയല്ല. മഹാഭാരതം രചിക്കപ്പെട്ടിരിക്കുന്ന തന്നെ ഒരു യുദ്ധം മനുഷ്യരാശിക്ക് വരുത്തിവെക്കുന്ന, ഒരു സമൂഹത്തിന് തന്നെ വരുത്തിവെക്കുന്ന വിനാശം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് മഹാഭാരത കഥ രചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതും ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം അതിന്റെ ഉത്തരം എഴുതുക. 11ാമത്തെ ചോദ്യം, ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും. ദേഹനിമിത്തമുള്ള മഹാമോഹം അല്ലേ? നമ്മൾ ദേഹനിമിത്തമാണ് ബ്രാഹ്മണോഹം, നരേന്ദ്രോഹം, ആഢ്യോഹം എന്നൊക്കെ ചിന്തിക്കുന്നതും മോഹം കലർന്നാണ് ധനം കൂട്ടിവെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, മോഹം കലർന്നാണ് നമ്മൾ ഈ ഭൂമിയിൽ കൂടുതൽ കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാമാണോ മോഹം കലർന്ന് നമ്മൾ നിരൂപിക്കുന്നത്, ചിന്തിക്കുന്നത്, ഇതെല്ലാമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തതിന് ശേഷം സെക്കൻഡ് പാരഗ്രാഫിൽ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. 12ാമത്തെ ചോദ്യം, സഹിക്കാൻ ഒന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ ജീവിതമാണോ?
ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. ഇത് ആത്മാവിന്റെ വെളിപ്പാടുകളിൽ ദസ്തയേവ്സ്കി പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് ദസ്തയേവ്സ്കിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തുക എന്നുള്ളതാണ്. അത് വളരെ ശരിയാണ്. കാരണം ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിൽ നമുക്കറിയാലോ ഒരുപാട് ദുരന്തങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഭാര്യയുടെ മരണം, അദ്ദേഹം ഭാര്യയുടെ മരണക്കിടക്കയിൽ കൂടെ ഇരുന്ന് അവളെ ശുശ്രൂഷിച്ച് ആ സമയത്ത് ഒപ്പം ഇരുന്ന ആളാണ്. അതുകൂടാതെ ജ്യേഷ്ഠന്റെ മരണം അതിന്റെ ഒപ്പം തന്നെ ഉണ്ടായി. പക്ഷേ അതുപോലെ ജ്യേഷ്ഠൻ ഉണ്ടാക്കിയ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം ഇദ്ദേഹത്തിന്റെ തലയിലാണ് വന്ന് വീണത്. അതുകൂടാതെ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കൃതികൾ എഴുതി കൊടുത്തില്ലെങ്കിൽ, അടുത്ത കൃതി എഴുതി ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ തന്റെ അന്ന് വരെയുള്ള എല്ലാ കൃതികളുടെ അവകാശം പ്രസാധകനായ സ്റ്റെല്യോസ്കിക്ക് കൈമാറും എന്നുള്ള ഒരു കരാർ കൂടെ ഒപ്പിടേണ്ടി വന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ എല്ലാം ആണെങ്കിലും ദുരന്തങ്ങളാണ് ജീവിതത്തിൽ തന്നെ കൂടുതൽ നിലനിർത്തുന്നത്. ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദുരന്തങ്ങളാണ് എന്ന് വളരെ പോസിറ്റീവായിട്ട്, വളരെ പ്രസാദാത്മകമായി ചിന്തിച്ച ഒരു വ്യക്തിയാണ് ദസ്തയേവ്സ്കി. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരമായി ഇതിന് ഇൻട്രൊഡക്ഷൻ എഴുതാൻ ശ്രദ്ധിക്കുക. 13ാമത്തെ ചോദ്യം, 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയിൽ സാന്ത്വനത്തിന്റെ നിറവ് വെള്ളായ്യപ്പൻ നടന്നു. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. അപ്പൊ ചെറിയ വാക്യങ്ങളും അർത്ഥസാന്ദ്രമായ പദങ്ങളും കഥാസന്ദർഭത്തെ ആകർഷകമാക്കുന്ന എങ്ങനെ. അപ്പൊ ഇത് വെള്ളായപ്പോ നീലിയെ, വെള്ളായിച്ചോ നീലിയെ എന്നൊരു 2 വിളികൾ, അതുപോലെ അപ്പ മകനെ എന്നുള്ള 2 വിളികൾ. ഈ വിളികൾ ഒരുപാട് ദീർഘമായ സംഭാഷണ പരമ്പരകൾ പറയണമെന്നില്ല, കാര്യങ്ങൾ പറയണമെന്നില്ല. 1-2 വിളികൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റൊരാളിന് സാന്ത്വനം പകരുന്ന രീതിയിലുള്ള സ്നേഹം കൈമാറാൻ കഴിയും എന്നാണ് ഈ വിളി കടൽത്തീരത്തുനിന്നുള്ള. അപ്പൊ ചെറുവാക്യങ്ങൾ, ചെറിയ പദങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് സാന്ത്വനത്തിന്റെ നിറവാകുന്നതെന്ന് ഇത്തരം സന്ദർഭങ്ങളിലൂടെ അറിയാം. ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം എന്റെ ഉത്തരം എഴുതുക. ഇനി 14ാമത്തെ ചോദ്യമാണ്, ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരി കാലുകൾ തന്നല്ലോ, മറ്റുള്ളവയെ പോലെ തന്നെ അവയും കട്ടി വെള്ളിയാണ്. നിശ്ചയമായി നിങ്ങൾക്ക് അവയിൽ നിന്ന് 200 ഫ്രാങ്കെങ്കിലും കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ സാഹചര്യം അറിയാലോ, മെത്രാൻ ഇങ്ങനെ പെരുമാറാനിടയ സാഹചര്യം. പോലീസുകാർ പിടികൂടി രാങ്ങിനെ മെത്രാന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അയാളൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. കാരണം ഇനിയിപ്പോ മെത്രാൻ ഇതൊക്കെ മോഷ്ടിച്ചതാണെന്ന് പറയുമെങ്കിൽ ഇയാളെ വീണ്ടും പോലീസ് ജയിലിലിടും. പക്ഷെ മെത്രാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഈ ഒരു സെന്റൻസ് ആണ് പറഞ്ഞത്, നിങ്ങൾ എന്താണ് ഞാൻ തന്ന മെഴുകുതിരി കാലുകൾ കൂടെ കൊണ്ടുപോകാത്തത്. ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഭാവവിശേഷത്തോടു കൂടി അയാൾ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അയാൾ നോക്കുന്നുണ്ട് മെത്രാനെ, രാങ്. അപ്പൊ ഈ ഒരു സന്ദർഭം സാഹചര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാർ പിടികൂടി മെത്രാന്റെ അടുക്കൽ ഇയാൾ മോഷ്ടിച്ച സാധനങ്ങളോടൊപ്പം കൊണ്ടുവരുമ്പോഴാണ് മെത്രാൻ ഇങ്ങനെ ഉത്തരം പറയുന്നത്. അപ്പൊ മെത്രാൻ സത്യത്തിൽ അയാളെ അവിടെ നിന്ന് പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു. അതാണ് നമ്മൾ ഇതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം സെക്കൻഡ് പാരഗ്രാഫിൽ ഉത്തരം എഴുതുക. ഇനി 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ 2 ഉത്തരം എഴുതുക. 6 മാർക്കാണ്. അത് 1 പേജാണ് എഴുതേണ്ടത്. 1 പേജിൽ അല്പം കൂടിയാലും കുഴപ്പമില്ല. 3 പാരഗ്രാഫ് ആക്കാൻ ശ്രദ്ധിക്കണം. ഇതിൽ നമുക്ക് 1ാമത്തെ ചോദ്യം 15, ശകുന്തളയുടെ കാൽക്കൽ വീണിട്ട് തെല്ലും ഞാൻ തള്ളി എന്നുള്ളൊരു പരിഭവം ഉൾക്കൊള്ളല വല്ലഭേ നീ. ഉന്നതമായ അവസ്ഥയിലായിരുന്നിട്ട് തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കുന്ന രാജാവ്. പാഠഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ദുഷ്യന്തൻ എന്ന കഥാപാത്രത്തെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ ദുഷ്യന്തനും നമുക്കറിയാലോ, അപ്പം അന്ന് അദ്ദേഹം രാജാവാണ്. അന്നത്തെ സാമൂഹ്യ അവസ്ഥയിൽ പുരുഷന്മാർക്കാണ് ഉന്നതമായ സ്ഥാനം. എന്നിട്ട് പോലും താൻ ചെയ്ത വലിയൊരു പാതകമായതുകൊണ്ട് ഭാര്യയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുന്ന ദുഷ്യന്തനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു രാജാവിന്റെ സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട്, പിന്നെ കുട്ടികളോടുള്ള പെരുമാറ്റം, സർവ്വധമനോടുള്ള പെരുമാറ്റം, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് 3 പാരഗ്രാഫായിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവ നിരൂപണം എഴുതാം. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ തന്നെ ആയിരിക്കണം. 16ാമത്തെ ചോദ്യം, മഞ്ഞും തിമിരവും ചേർന്ന് ഇതളുകൾ നൽകിയ വെളിച്ചത്തിന്റെ ഒറ്റ ബിന്ദു ഒരേ ഒരു വെളുത്ത പൂവച്ച് ഏകാന്തമായി ശവകുടീരമാക്കി വീടിനെ മാറ്റി കാണിച്ചു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കിഴവൻ മിറൽ അന്ന് ഖനിയിലേക്ക് പോയി തന്റെ മകന്റെ അവസ്ഥ അറിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ദിവസമാണ്. അപ്പൊ അതൊരു വാങ്മയ ചിത്രമാണ്. അയാളുടെ മനസ്സിൽ മരിച്ച മകന്റെ രൂപമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട് ഒരു വെളുത്ത പൂവച്ച ശവകുടീരം പോലെ അയാൾക്ക് തോന്നുന്നു. ഇതൊരു ഇമേജാണ്. അതായത് മകൻ നഷ്ടപ്പെട്ട് മകന്റെ ശവശരീരം കണ്ടതിന് ശേഷം തിരിച്ച് തന്നെ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇടയിൽ വന്ന് മകനെ കുറിച്ച് പറയേണ്ടി വരുന്ന ഒരു അപ്പന്റെ മാനസികാവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് അയാളുടെ വീടല്ലാതെ, കാരണം അയാളുടെ മനസ്സ് ദുഃഖം നിറഞ്ഞതാണ്. ആ ദുഃഖം നിറഞ്ഞ, നിരാശ നിറഞ്ഞ, പ്രതീക്ഷ നഷ്ടപ്പെട്ട മനസ്സ് അതിനെ വീടാക്കി കാണിക്കുന്നില്ല, അതിനൊരു ശവകുടീരമാക്കിയാണ് കാണിക്കുന്നത് എന്നുള്ളൊരു ഉത്തരമാണ് അവിടെ വരേണ്ടത്. അതും 3 പാരഗ്രാഫായിട്ട് വേണം എഴുതാൻ. ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം ഉത്തരം എഴുതുക. 17ാമത്തെ ചോദ്യം, ഉപ്പ് എന്നൊരു ജനറലായിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു കവിതയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
ഇത്തരം കവിതകൾ നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉണ്ട്. വളരെ മനോഹരമായ ഒരു കവിതയാണ് ONV കുറുപ്പിന്റെ ഉപ്പിന്റെ തരി അലിഞ്ഞു പോവും എവിടെ കഞ്ഞിയിലിട്ടാൽ. അപ്പൊ മുത്തശ്ശി അങ്ങനെ പറയുന്നു, കഞ്ഞിയിൽ കുട്ടന് ഈ കഞ്ഞി കൊടുക്കുമ്പോൾ ഉപ്പ് തരി പോലെ ഒരു നാൾ ഞാനും അലിഞ്ഞില്ലാതാകും. പക്ഷേ നിന്നിലെ ഉപ്പായിട്ട് അല്ലെ, നിന്റെ ജീവിതത്തിലെ നിന്റെ ശരീരത്തിലെ രക്തത്തിന്റെ ചൂടായി ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാവും, ജീവഘടകമായി നിന്നോടൊപ്പം ഉണ്ടാവും. ഒരു നാൾ ഞാനും അങ്ങ് മാഞ്ഞു പോകും എന്ന് പറയുന്ന ആ മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനെ വളരെ ഹൃദ്യമായിട്ട് ആവിഷ്കരിക്കാൻ ഉപ്പ് എന്നുള്ള കുഞ്ഞു കവിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കവിതകൾ തരികയാണെങ്കിൽ നിങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ഇത് എഴുതാം. കാരണം മാർക്ക് കൂടുതൽ കിട്ടും ഈ ഇങ്ങനെയുള്ള ആശയങ്ങൾ. കാരണം ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഏത് കവിയുടെ കവിത തന്നാലും കഥ തന്നാലും ഏത് കഥാകാരന്റെ കഥ തന്നാലും മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനായ ഇന്നയാളിന്റെ അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പൊ ONV കുറിച്ചൊക്കെ കൂടുതൽ വിശേഷണങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം സെക്കൻഡ് പാരഗ്രാഫിൽ കവിതയുടെ ആശയം എഴുതുക. ലാസ്റ്റ് പാരഗ്രാഫ് കൺക്ലൂഷനായിട്ട് ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ ചിലപ്പോൾ പ്രാസം ദീക്ഷിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കവിതകളിൽ ചില പദങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, കവിത ലളിതമായിരിക്കാം. ഇങ്ങനെയുള്ള നിങ്ങൾ കവിതയിൽ കാണുന്ന സവിശേഷമായ പ്രത്യേകതകൾ കൂടെ എഴുതി കഴിഞ്ഞാൽ മൂന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് എഴുതി തീർക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ കൂടെ എഴുതാൻ ശീലിക്കുക. അപ്പൊ ഇത് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇനിയും മോഡൽ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ഇവിടെ കഴിഞ്ഞു. ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾ കിട്ടുന്നതെല്ലാം ഒന്ന് ആൻസർ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് 4 ചോദ്യങ്ങളാണ്, 4 വൺ വേർഡ് ചോദ്യങ്ങളാണ്. 4 ചോദ്യങ്ങൾക്ക് 4 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ A+ലേക്കുള്ള ദൂരം കുറയുകയാണ്. അതുകൊണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.